നിസാർ കറി വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു മുട്ട റോസ്റ്റ്. അതിനായി എടുത്തിരിക്കുന്നത് 3 മീഡിയം വലുപ്പത്തിലുള്ള സബോള. അത് ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ആഡ് ചെയ്ത് കൊടുക്കുക. അത് വേഗം ഒന്ന് വഴന്ന് വരാനായി കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. സബോള ഇതുപോലെ കളർ ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായി 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വേഗം ഉടഞ്ഞു വരാനായി ഒരു 2 മിനിറ്റ് നേരം മൂടി വച്ച് കൊടുക്കുക. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട്. അത് നല്ലവണ്ണം ഇളക്കി തക്കാളി ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റ് നേരം മതിയിട്ട് അതിലത്തെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് മൂടി വയ്ക്കുന്നത്. അപ്പോൾ ഈ വെള്ളമൊക്കെ കുറച്ച് വറ്റി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കട്ടിക്ക് തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഫ്രഷ് ക്രീം ഒഴിച്ചാൽ നല്ലവണ്ണം തിളപ്പിക്കരുത്, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ആഡ് ചെയ്യുക. ഒരു നുള്ള് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. മുകളിൽ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. അടിപൊളി മുട്ട റോസ്റ്റ് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.